അപ്പോഴേ ഇത് ഉഴുന്നരച്ച് ഉഴുന്ന വടയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില, മുളക് അത്രയും ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇതും കൂടെ കൂട്ടിയിട്ടാണ് ഇനി ഇതരയ്ക്കുന്നത്. ഇത് സബോള അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ്. ഇതും കൂടി കൂട്ടിയാണ് അരയ്ക്കുന്നത്. ഉഴുന്നിൻ്റെ കൂടെ ഇതുകൂടി കൂട്ടി അരയ്ക്കുകയാണ്. അപ്പം കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു സബോളയും കൂടി കൂട്ടി അരയ്ക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് എന്നാലേ ഇനി ഇത് നന്നായിട്ട് അരയുള്ളൂ, അല്ലാതെ അരയത്തില്ല. ഉള്ളിയും മുളകും ചതച്ച് കറിവേപ്പിലയും കൂടി ചതച്ച് വെച്ചത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കി ഉഴുന്നും കൂടി ഇട്ട് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ട്രിപ്പ് അരച്ച് വെച്ചു, അടുത്തതെടുത്ത് അരയ്ക്കുകയാണ്. ഇനി അതിലേക്ക് സബോള കൂടി കുറേ അരിഞ്ഞ് കഴിയുമ്പോൾ സബോള ചേർത്താൽ മതി. അപ്പം നമുക്ക് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഉഴുന്ന് ഏകദേശം അരയാറായി. ഇനി സബോളയും കൂടി കൂട്ടി ഇട്ട് ചേർത്തരയ്ക്കുകയാണ്. സ്വല്പം വെള്ളം കൂടെ ചേർത്ത് ഉണ്ടോ, കൂടെ ചേർത്തിട്ട് അരച്ചാലേ ഇനി ഇത് അരയുള്ളൂ. അതും അരച്ച് കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കുകയാണ്. മൊത്തം ഒന്നിച്ചാക്കി ഉപ്പും ചേർത്തു. ഉപ്പും കൂടി ഇട്ട് അരച്ചാൽ മതിയായിരുന്നു. ഉപ്പൊക്കെ രണ്ടാമത് ചേർക്കുമ്പോൾ വെള്ളം കൂടും. പക്ഷേ ഇത് വെള്ളം കൂടിയിട്ടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ തവി കൊണ്ട് തന്നെയാണ് ഞാൻ കോരി ഒഴിക്കുന്നത് കേട്ടോ, ഈ സ്പൂണ് കൊണ്ട്. കൈ കൊണ്ടൊന്നും എടുത്തിടുകയില്ല, കൈ കൊണ്ട് ഇടാനുള്ളതല്ല. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ റവ ചേർക്കണം. റവ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് പരത്തിയിടാം. റവ ചേർത്താൽ ഒരു മുരുമുരുപ്പൊക്കെ കിട്ടും. പക്ഷേ അതെനിക്കിഷ്ടമില്ല, എനിക്കിങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കുകയാണ്. ഇതുണ്ടാക്കി 2-3 കൂട്ടർക്ക് കൊടുക്കണം. എനിക്ക് തന്നെ ഇത്രയൊന്നും വേണ്ട, മക്കൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ഗൈസ്, പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു, സ്റ്റവ് ഓണാക്കി ആയിക്കൊണ്ടിരിക്കുന്നത്. ചൂടാകട്ടെ. ചൂടായിക്കഴിഞ്ഞ് നമുക്ക് തവി കൊണ്ട് കുറേശ്ശെ കോരി ഒഴിക്കാം. എണ്ണ ചൂടായോ എന്ന് എങ്ങനെ അറിയാം? കൈ ഇട്ട് നോക്കാം അല്ലേ? കൈവിരലൊന്ന് മുക്കി നോക്കിയാലോ ചൂടായോ എന്നറിയാൻ. അപ്പം അത്രയും വലിയ ബുദ്ധിമോശം കാണിക്കണ്ട. നമുക്ക് ഇത് കുറച്ച് ഒഴിച്ച് നോക്കാം അല്ലേ? ഫസ്റ്റിൽ ഇതാ ഒഴിക്കുന്നേ. അടുത്തത് ഒഴിക്കുന്നു. അടുത്തതുമായി ഇച്ചിരി ഇങ്ങനെ നിരത്തി അങ്ങ് ഒഴിക്കണം, അല്ലെങ്കിൽ കട്ടിയാണെങ്കിൽ വേഗം താമസം വരും.